الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. اللهم لولا أنت ما اهتدينا فلا تصدقنا ولا صلينا وأنزلا سكينة علينا وثبت الأقدام إلا لاقينا. കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിലിൽ നിന്നെയും കേറ്റി കൂട്ടിച്ചുമേലതിലേറ്റി കൂട്ടത്തിൽ നിലവിളി പൊട്ടി അവസാനമുണ്ടൊരു യാത്ര ഒരു മടക്കവുമില്ലാത്ത യാത്ര. ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പഴയങ്ങാടി മണ്ഡലം മുജാഹിദ് ദഅവ സമ്മേളനമാണ് ഈ അനുഗ്രഹീതമായ സദസ്സിൽ അല്പസമയത്തോടുകൂടി അവസാനിക്കാനിരിക്കുന്നത്. ഏകദേശം വ്യത്യസ്തമായ വിഷയങ്ങളിൽ പ്രബലരായ പണ്ഡിതന്മാരാൽ നയിക്കപ്പെട്ട ക്ലാസ്സുകളിൽ ഇരുന്ന് ശാരീരികമായും ഏറെക്കുറെ അന്തരീക്ഷത്തിന്റെ ചൂടുകൊണ്ടുമൊക്കെ ഒരൽപ്പം പ്രയാസത്തോടു കൂടിയാണ് നിങ്ങളൊക്കെ ഈ സമയത്തിരിക്കുന്നത് എന്നെനിക്കറിയാം. അള്ളാഹു അനുഗ്രഹിച്ചാൽ അല്പസമയം നിങ്ങളുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
അതിനു മുമ്പ് സദസ്സിനോടായി ഒരു വാക്ക്. നിങ്ങളുടെ ഈ ഒരു സാന്നിധ്യം മാത്രം പോരാ ഈ വിഷയത്തിൽ. ഓരോരുത്തരുടെയും മനസ്സുകൂടി ഈ വിഷയത്തിൽ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആശങ്കകൾ മനുഷ്യൻ്റേത് ലോകത്ത് ബാക്കി നിൽക്കുകയാണ്. എവിടെയും യുദ്ധങ്ങൾ, ദാരിദ്ര്യം, അധിനിവേശങ്ങൾ, കൊലപാതകങ്ങൾ, വംശഹത്യകൾ, തീവ്രവാദം, ഭീകരവാദം, സ്ഫോടനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഛിദ്രതകൾ, അങ്ങനെ ഒരുപാട് അസ്വാരസ്യങ്ങളുടെ നിറഞ്ഞ ലോകം. മറ്റൊരിടത്ത് വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, രാഷ്ട്രീയമായി, ദേശീയമായി, സാംസ്കാരികമായി, സാൻമാർഗികമായി, അക്കാദമിക തലങ്ങളിൽ വരെ വ്യത്യസ്തമായ മനുഷ്യ മേഖലകളിൽ ആശങ്കകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും സംഘർഷങ്ങളും നിരന്തരമായ തലവേദനകളായി ഇപ്പോഴും ഈ നിമിഷം വരെ ബാക്കി നിൽക്കുന്നു. മനുഷ്യന്റെ വ്യവഹാര രംഗം ഉയർന്നിട്ടുണ്ടെങ്കിലും, സംവിധാനങ്ങൾ എളുപ്പമായിട്ടുണ്ടെങ്കിലും, ജീവിതത്തിന്റെ മുന്നിലുള്ള അവസ്ഥകളെ മാറിയിട്ടുണ്ടെങ്കിലും, എല്ലാത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, മനുഷ്യന്റെ ആശങ്ക മാത്രം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഈ സെക്കൻഡ് വരെ പീഡനങ്ങളായി, സ്ത്രീ പീഡനങ്ങളായി, ബലാത്സംഗങ്ങളായി, കൊലപാതകങ്ങളായി, ആത്മഹത്യകളായി, കൊട്ടേഷൻ വർക്കുകളായി, അതങ്ങനെ എക്സെട്ര നീണ്ടുകൊണ്ടേയിരിക്കുന്നു ലോകത്തിന്റെ ഉടനീളം. നിലവിലെ സുരക്ഷാ പദ്ധതികളൊന്നും പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിക്കാൻ പര്യാപ്തമല്ല. പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കാൻ നിലവിലെ പദ്ധതികൾ കൊണ്ട് സാധ്യമാകുന്നുമില്ല. എന്നാൽ ഇവിടെയാണ്, ഈ ഒരു സാഹചര്യത്തിലാണ് ചുറ്റുപാടിൽ എന്തൊക്കെ നടന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും, അത് വ്യക്തിജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സാമൂഹികമായി ബന്ധപ്പെട്ട മേഖലകളിലാണെങ്കിലും ശരി, വിശ്വാസത്തിന്റെ കരുത്തോടെ, ദൃഢതയോടെ, അവധാനതയോടെ കാര്യങ്ങളെ സമീപിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതവിശ്വാസം, അവന്റെ ദീൻ, അതവന് കരുത്തായി, ഒരു സഹായമായി, ഒരു കൂട്ടായി നിലനിൽക്കുന്നത്. മനുഷ്യന്റെ എല്ലാ അസ്വസ്ഥതകളുടെയും കാരണം എന്താ? അന്വേഷണമാണ്. അന്വേഷിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വിഷയമുണ്ട്. മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന അസ്വസ്ഥതകളുടെയൊക്കെ കാരണം, അസ്വസ്ഥതകളുടെ മുഴുവനും കാരണം സൃഷ്ടിച്ച സൃഷ്ടാവിനെ മറന്നുപോയി എന്നതാണ്. റബ്ബുൽ ഇസ്സത്തിനെ മറന്നുപോയി എന്നതാണ്. ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും റബ്ബിന്റെ സ്വീകാര്യത കുറഞ്ഞു വരുന്നു എന്നതുമാണ്. റബ്ബിന്റെ സ്വീകാര്യത അവനവന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ റബ്ബ് കടന്നു വരുന്നതിനെ പറ്റി ആലോചിക്കുന്നിടത്തുള്ള അപജയം, മനുഷ്യന് സംഭവിച്ച അപജയം. ശരിക്കും നിങ്ങളൊന്ന് ആലോചിക്കണേ. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ജീവിതം. അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ശരിയായ ജീവിതം. ലോകത്തെ ഏറ്റവും വൃത്തികെട്ടവർ വിശ്വാസഹീനരായ മനുഷ്യരത്രേ. വിശ്വാസമില്ലാത്തവർ, വിശ്വാസം ദൃഢമാകാത്തവർ, വിശ്വാസത്തോട് താല്പര്യമില്ലാത്തവർ, എല്ലാ സുഭിക്ഷതകൾക്കും മധ്യേ, എല്ലാ സുഖസൗകര്യങ്ങൾക്കും മധ്യേ അവർ കഷ്ടപ്പെടുകയും ക്ഷുഭിതരാവുകയും ചെയ്യുന്നു. വല്ലാത്തൊരു ലോകത്തെ പറ്റിയ, വല്ലാത്തൊരു അന്തരീക്ഷത്തെ പറ്റിയ, വല്ലാത്തൊരു സാഹചര്യത്തെ പറ്റിയ നമ്മുടെ മുമ്പിൽ ചർച്ച കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. അല്ലാഹു പറയാ, എന്റെ ഉത്ബോധനത്തെ അവഗണിച്ച് ആര് പിന്തിരിയുന്നുവോ, എന്റെ ഉത്ബോധനത്തെ അവഗണിച്ച് ആര് പിന്തിരിയുന്നുവോ, തീർച്ചയായും ആ പിന്തിരിയുന്ന ആൾക്ക് ഇടുങ്ങിയ ജീവിതമാണുള്ളത്. ഖിയാമത്തിന്റെ നാളിലാകട്ടെ അവരെ നാം അന്ധനായി, കണ്ണ് കാണാത്തവനായി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യും. വിശുദ്ധ ഖുർആൻ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹയുടെ 124-ാമത്തെ വാചകത്തില. നിങ്ങളൊന്ന് ആലോചിക്കണേ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളോടുള്ള വിമുഖത, അള്ളാഹുവിന്റെ ഉത്ബോധനത്തോടുള്ള വിമുഖത, അള്ളാഹുവിന്റെ ദീനിനോടുള്ള പുറംതിരിഞ്ഞു നിൽക്കൽ, ആ ഒരാൾക്ക് ജീവിതത്തിൽ ഇടുക്കമാണ് ഉണ്ടാവുക, പ്രയാസമാണ് ഉണ്ടാവുക. ജീവിതത്തിന്റെ ഏതേത് മേഖലകളിലേക്കാണെങ്കിലും ശരി, റബ്ബിന്റെ നിയമങ്ങൾ കടന്നു വരണം, റബ്ബിന്റെ നിർദ്ദേശങ്ങൾ കടന്നു വരണം, റബ്ബിന്റെ നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം.
റബ്ബിൽ വിശ്വസിക്കുന്നതോടെയാണ്, ഒരാൾ റബ്ബിൽ വിശ്വസിക്കുന്നതിലൂടെയാണ് ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത്. ജീവിതത്തിന് അർത്ഥം ലഭിക്കുന്നത് നൂറ്റാണ്ടുകളുടെ അനുഭവം ലോകത്ത് മനുഷ്യരെ പഠിപ്പിക്കുന്ന ചരിത്രം അതാണ്. അങ്ങനെ ഒരു വിശ്വാസമുള്ള മനുഷ്യന് മാത്രമേ അർത്ഥവത്തായ ജീവിതം നൽകാനുള്ളൂ, ലോകത്തിന്റെ മുന്നിൽ നയിക്കാനുമുള്ളൂ ലോകത്തിന്റെ മുമ്പിൽ. മാത്രമല്ല, ഒരു പ്രധാനമായ പോയിന്റായി നമ്മൾ പഠിച്ചു വെക്കേണ്ട വിഷയമാണ് റബ്ബിലുള്ള വിശ്വാസവും അതുവഴി നിരന്തരമായ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയുമാണ് മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനം നൽകുന്നത്, മനുഷ്യന്റെ ജീവിതത്തിന് സുരക്ഷയേകുന്നത്. ഞാനല്ല. വിശുദ്ധ ഖുർആൻ 13-ാമത്തെ അധ്യായം സൂറത്ത് റഅദിന്റെ 28-ാമത്തെ വാചകമാ, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അതായത് വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവരെ ശ്രദ്ധിക്കുക. അല്ലാ, നിങ്ങൾ ശ്രദ്ധിക്കണേ, അറിയണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കൊണ്ടുള്ള ഓർമ്മ കൊണ്ടത്രേ, അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്. ഏതൊരു നിമിഷവും മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക്, മനുഷ്യന്റെ സുഖത്തിന് റബ്ബിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന് വിശുദ്ധ ഖുർആന. അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്ന കാര്യമുണ്ട്. വഅൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, മസലുല്ലദീ യദ്കുറു റബ്ബഹു അല്ലദീ ലാ യദ്കുറുഹു മിസ്ലുൽ ഹയ്യി വൽ മയ്യിത്ത്.